അവനാണ് ഈ പോത്തിന്റെ എന്തൊക്കെയോ കടി എല്ലൊക്കെയാണ് അവൻ അടിച്ച് കയറ്റി വിടുകയാണ്. നമ്മുടെ പാനിപ്പൂരി റെഡിയായി. നമ്മൾ തന്നെയല്ല ഉണ്ടാക്കിയ അടിപൊളിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിക്നിക്കാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഇന്നൊരു പിക്നിക്കാണ്. അപ്പം നമ്മൾ വെസ്റ്റ് ബംഗാളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പലയിടത്തു നിന്നും വന്ന് ഇങ്ങനെ പിക്നിക്കും കാര്യങ്ങൾക്കൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പിക്നിക്കും കാര്യങ്ങളുമാണ് നിങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, പിക്നിക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അകത്ത് ഫുള്ള് സാധനമാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിലാണ് മേളിൽ വിറക് കാര്യങ്ങളൊക്കെ വെച്ച് അരി കാര്യങ്ങളെല്ലാം വെച്ച് കൊണ്ടുവന്നു. ഇപ്പം നിലവിൽ നമ്മൾ സ്പോട്ടിലെത്തി കഴിഞ്ഞു. ഇനി സാധനങ്ങൾ ഇറക്കുകയാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. ഓക്കെ, ആ പത്താ നഹീ കോൺ ബൈഠാ ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ മൺസൂറും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ പിക്നിക്കാണ്. തുടർന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ പിക്നിക് സ്പോട്ട്. സ്ഥലം കണ്ടില്ലേ, ഇതൊരു നദിയാണ്. ജൽഡക്ക എന്ന് പറയുന്ന ഒരു നദിയുടെ സൈഡിലാണ്. ഇവിടുത്തെ പൊതുവേ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പിക്നിക്ക് പോകുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെയാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ അടുപ്പ് കൂട്ടുക, ഈ നദിയിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുക, ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഓരോ പരിപാടികളിലാണ്. ഇവിടെ പാത്രം കഴുകുന്നു, എല്ലാം ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ എടുത്ത്, ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ തീ കത്തിച്ചു, വെള്ളം വെച്ചു, അങ്ങനെ ഓരോ പരിപാടികൾ ആളുകൾ എല്ലാവരും ഉണ്ട്. ഇവിടെ നമ്മുടെ കൂടെയുള്ളവർ വെജിറ്റബിളൊക്കെ അരിയുന്നു, എടുക്കുന്നു. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നു. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ രണ്ട് ആളുകൾ നല്ല പോത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. കണ്ടില്ലേ, നദിയിലെ വെള്ളത്തിൽ നമ്മൾ പോത്തുണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്, പല ഐറ്റമാണ്. ये हमारा कुक है, इंटरनेशनल कुक है. हम उसको नेपाल से लेके आया. ठीक है. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. നദി നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഫുൾ ഒരു വ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാം. അവിടെ നമ്മുടെ ആൾക്കാരിയ്ക്കുന്നു, ഉണ്ടാക്കുന്നു. കണ്ട നമ്മുടെ ചെറുക്കൻ മാന്യമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാടാ, ഇവിടെ തിരിഞ്ഞ് കണ്ട. അവൻ നദി വന്ന് ഇവിടെ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവനെ കുട്ടപ്പനായി കൊണ്ടുവന്നതാണ്. പ്രിൻസ് നമ്മുടെ പിള്ളേർ സെറ്റാണ്. ജാനി ബാ ഇങ്ങ് ബാ, ഹായ് പറഞ്ഞേ. പിള്ളേർ സെറ്റുകൾ ഇങ്ങനെ. അവിടെ വേറൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പിക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ പിക്നിക്കിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടികൾ നമ്മൾ പറയാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഹിന്ദിനെ പോലത്തെ പോയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പച്ചക്കറിയൊക്കെ ഇട്ട് ഇവർ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കട്ടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കലമൊന്നുമല്ല. ഇതിൻ്റെ ചീനച്ചട്ടി എന്നൊക്കെ പറയാം. ഇതിനകത്താണ് എല്ലാം. ഇപ്പോൾ കറി ഉണ്ടാക്കും, കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ചോറുണ്ടാക്കും. ഇതുണ്ടല്ലേ, ഇവിടെ തന്നെയാണ് നമ്മുടെ പരിപാടികളൊക്കെ. നിങ്ങളപ്പം കാണുന്നുണ്ടല്ലോ. തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, आज जो पास्ता खाएगा वाह वाह बोलेगा, जो नहीं खाएगा वो भी वाह वाह बोलेगा. इतना टेस्टी मजेदार बन रहा है. എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ. കണ്ടു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കൊടുക്കാനാണ്. നമ്മളിത് ഇവിടെ പാസ്ത ഉണ്ടാക്കി കേട്ടല്ലേ. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ.
ഇവിടെ വിളമ്പുന്നു, എടുക്കുന്നു, ആളുകൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്ത കഴിഞ്ഞു. പാസ്തയ്ക്ക് ശേഷം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിപ്പൂരിയാണ്. കണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടും, അറിയാമല്ലോ. ഇങ്ങനെ തന്നെ അത് കണ്ടല്ലേ, ഇന്നത്തെ ദിവസം മുഴുവൻ കഴിക്കാനുള്ള ദിവസം. കണ്ടില്ലേ, അതേ കണ്ടില്ല, അടിപൊളി പാനിപ്പൂരി കണ്ടോ. അതെ, പാനിപ്പൂരിയാണ് അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ठीक है, हमारे एक पास ड्रामा देखिए, गाना वगैरह गा रहा है. हाँ, പിന്നെ അല്ല, പുരാണ ആദത്ത് ഒരു ബാർ യാദ് കർ. ഓക്കെ, എല്ലാവരും രസമാണ് കേട്ടോ. എല്ലാവരും പുളിവെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്തൊക്കെയാണ്, കടലയും പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം നമ്മളതെല്ലാം കൊണ്ടുവന്ന് മുളകിട്ടു, അതിന്റെ മസാല ഇട്ടു. പാനിപൂരിക്കുള്ള പരിപാടികളോട് നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പാനിപൂരി റെഡിയായി. നമ്മൾ തന്നെയല്ല ഉണ്ടാക്കിയ, അടിപൊളിയാണ്. मैम मैम ये फुचका है मोर वाले की खिलाई पड़ी तो फिर गरिए चलो चलता बन हीरो भाइ न हीरो छैन बताया थॉमस ने मुझको। हाँ बताया थॉमस, फोटो भी दिखाया। थॉमस 12 बजे रात से बोल रहा है। 12 बजे ठीक है, बढ़िया काम किया। बहुत ठंडे पानी, बहुत ठंड। पाँव डालने से ही मालूम चलता है, पाँव डालने से ही मालूम चलता है कितना ठंडा है। अभी थोड़ी देर बाद तो हाथी निकल जाएगा, 4 साढ़े 4 को निकल जाता है। ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനി നമ്മളൊന്ന് ഇതിന്റെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കുറച്ചും കൂടി മുന്നോട്ടൊന്ന് വണ്ടിയിൽ പോകാന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് മുന്നോട്ടൊക്കെ ഒന്ന് പോയിട്ട് കാണണം. അപ്പൊ ഇതാണ് നമ്മൾ പിക്നിക്കിന് വന്ന സ്ഥലം. ജൽഡക്ക നദിയുടെ സൈഡിലാണ് ഈ പിക്നിക് സ്പോട്ട്. അല്പം കൂടി മുന്നോട്ടൊന്ന് പോകാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് മഴ സമയത്ത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നല്ല വെള്ളം ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അല്പം മുന്നോട്ട് പോയിട്ട് നമ്മളങ്ങ് തിരിച്ചു പോകും. കാരണം ആന ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈവനിങ് ആയി തുടങ്ങിയത് കൊണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ് നമ്മളുണ്ടാക്കി. പോത്തുകറി, പരിപ്പ്, ചോറ് അല്ലേ. അപ്പം അങ്ങനെ പിക്നിക്കിൻ്റെ സമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അല്ലേ, സൂര്യൻ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സംഭവം. ഓക്കെ, കണ്ടോ ഇങ്ങനെ വരിവരിയായിട്ട് പശുക്കൾ വരുന്ന കേട്ടോ. ഇത് രാവിലെ ഇതിനെ കാട്ടിലോട്ട് വിടും. അത് കഴിഞ്ഞിട്ട് അത് സ്വന്തമായിട്ട് അതിന് ഉടമസ്ഥനൊന്നുമില്ല, അതിന് സ്വന്തമായിട്ട് അതിൻ്റെ വീട്ടിലേക്ക് പോവാണ് കണ്ടോ. അപ്പം കാടവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ആണല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇതുണ്ടല്ലേ. ഇവിടെ കൈ കഴുകുന്നു. ആ കാണുന്ന ഫോറസ്റ്റ്, ഈ നദിക്കപ്പുറം ആന ഇറങ്ങുന്ന സമയങ്ങളാണ്. പക്ഷേ എങ്കിലും നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവനാണ് ഈ പോത്തിൻ്റെ എന്തൊക്കെയോ കടി എല്ലൊക്കെയാണ് അവൻ അടിച്ച് കയറ്റി വിടുകയാണേ. ആ മഞ്ഞ തുണിയിട്ടേക്ക് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ഖാവോനാ ठाक ठाक मारो नीचे, इसमें मारने से तो छेद हो जाएगा। हाँ ओह थक गया। ओके, ഒരാളും കണ്ടല്ലേ, दोनों कंपटीशन है। हाँ, कौन पहले कहेगा ज्यादा।
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പിക്നിക്ക് വിശേഷങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പിക്നിക്കും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം പിക്നിക്കായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ, കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ ചെയ്തില്ല, ഈ വർഷം നമ്മൾ അവരുമായിട്ടൊക്കെ ഒരു പിക്നിക്കൊക്കെ നടത്തി. അപ്പോൾ എല്ലാവരും തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം നമ്മുടെ വണ്ടിയുടെ മേളിലവന്മാർ വീണ്ടും വിറകൊക്കെ കയറ്റി ബാക്കിയുള്ളത് ഇവിടെ ഒരു വില്ലേജിൽ കൊണ്ട് ഇറക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീണ്ടും മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.